കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 24 മുതൽ 26 വരെ. എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ മോശയെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ സിപ്പോര ഒരു കൽക്കത്തിയെടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ചു അവൻ്റെ കാൽക്കലിട്ടു. നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ അവനെ വിട്ടൊഴിഞ്ഞു. ആ സമയത്താകുന്നു അവൾ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത്. മോശയെ ദൈവം 40 വർഷത്തിന് ശേഷം വിളിക്കുകയാണ്. മരുഭൂമിയിലെ 40 വർഷത്തെ ഇടയ ജീവിതത്തിന് ശേഷം ചരിത്രം കണ്ട ഏറ്റവും വലിയ പ്രവാചകനിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ദൈവം തൻ്റെ പാക്കേജ് എല്ലാം പറഞ്ഞു. ആരംഭത്തിങ്കൽ തന്നെ അവസാനം അറിയുന്നവൻ ആദ്യമേ ഇവനോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്ന് വിടുവിക്കപ്പെടാൻ നേരം ഓരോ ഇസ്രയേൽക്കാരും അവരുടെ അയൽക്കാരോട് കൊള്ളയിടേണ്ടത് എങ്ങനെയാണെന്ന് വരെ പറഞ്ഞു കൊടുത്തു. എന്നാൽ ഇവന് പോകാൻ പേടിയായിട്ട് അവൻ മടിക്കുമ്പോൾ അവനോട് പറഞ്ഞു, പേടിക്കണ്ട, മിസ്രയീമിൽ നിന്നെ കൊല്ലുവാൻ നോക്കിയവരെല്ലാവരും മരിച്ചുപോയി എന്ന് ധൈര്യപ്പെടുത്തി അത്ഭുത വടിയും കൊടുത്ത് വിട്ടിട്ട് വഴിയിൽ സത്രത്തിൽ വെച്ച് അവൻ്റെ ജഡത്തോടിടപെടുകയാണ്. അപ്പോൾ ഈ മകന് എത്ര വയസ്സ് പ്രായമുണ്ട്? എന്തായാലും 30 വയസ്സിന് വേളി പ്രായമുണ്ടല്ലോ. സിപ്പോറ ആ മിദ്യാനിലെ പുരോഹിതൻ്റെ മകളായിരുന്നു. പക്ഷേ ഇസ്രയേൽ കൾച്ചർ അനുസരിച്ച് ജീവിക്കാൻ അവൾ വിസമ്മതിച്ചിരുന്നു. തീർച്ചയായിട്ടും അവർ തന്നെ ആയിരിക്കണം പരിച്ഛേദനയ്ക്ക് തടസ്സം നിന്നിരുന്നത്. എന്നാൽ ആ കുടുംബത്തോട് സത്രത്തിൽ വെച്ച് ദൈവം ഇടപെടുകയാണ്. ചില ആൾക്കാരെ ചർച്ചിലേക്ക് വിളിച്ച് അവർ പറയും, ഞാൻ ചർച്ചിൽ വരാൻ യോഗ്യനൊന്നുമല്ല, ആ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ വന്നിരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ചില ആൾക്കാർ വന്നാലും സ്നാനപ്പെടാൻ പറഞ്ഞാൽ ഇല്ല, ഞാൻ സ്നാനപ്പെടത്തില്ല, കാരണം ഈ സ്നാനപ്പെടാനുള്ള യോഗ്യത എനിക്കില്ല, സ്നാനപ്പെട്ട് കഴിഞ്ഞ് വീണ്ടും ഞാൻ എന്തെങ്കിലും പാപം ചെയ്തു പോകുമോ എന്ന് ഭയപ്പെടുന്നു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയൊന്നും അല്ല വിശ്വാസ ജീവിതം. ഇറങ്ങാൻ പറയുമ്പോൾ ഫറവോൻ്റെ രാജ്യത്തുനിന്ന് ദൈവം ഇറക്കും. ഉടനെ ഇറങ്ങിക്കോണം, ചെങ്കടലം ക്രോസ് ചെയ്യണം, സ്നാനപ്പെടണം. വഴിയിൽ വെച്ച് കർത്താവ് ഇടപെടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. നമ്മുടെ ജഡസ്വഭാവങ്ങൾ എല്ലാം തീർന്നിട്ട് പൂർണ്ണനായിട്ട് കർത്താവിനെ സേവിക്കാമെന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. ദൈവം ഇടപെടും. ജോർജ് വെർവർ എന്ന മഹാനായ സുവിശേഷകൻ പറഞ്ഞത്, ചില പാപ സ്വഭാവങ്ങൾ ഒരുപക്ഷെ ഒരു 10 വർഷം 12 വർഷം ഈ ഒരു ടാർഗറ്റ് ചിലപ്പോൾ നിനക്ക് വെച്ചിട്ടുണ്ടാവും. അത് ചെയ്യാനുള്ള ലൈസൻസ് ആണെന്നല്ല, ദൈവം ആ ഒരു സമയം വെച്ചിരിക്കുകയാണ്. നിന്നെ അത്രയും വർഷക്കാലം ഒരു പക്ഷേ ഇടപെട്ട് ഭാവിയിൽ മറ്റുള്ളവരോട് നീ കരുണ കാണിക്കത്തക്കവണ്ണം പാപസ്വഭാവത്തിന് അടിമകളായി കഴിയുന്നവരോട് വെറുപ്പല്ല, കരുണ കാണിക്കത്തക്കവണ്ണം നിന്നെ ഒരു മനുഷ്യനായി ദൈവം മാറ്റുന്നുണ്ടാവും. നീ പോലും അറിയാത്ത പണി ദൈവം നിന്നിൽ ചെയ്യുന്നുണ്ടാവും. അതെല്ലാം ഈ സത്രത്തിൽ വെച്ചാണ്, ദൈവസഭയിൽ വെച്ചാണ്, വഴിയരികെയുള്ള സത്രത്തിൽ വെച്ച്. കണ്ടോ, ഇത്രയും വർഷം ചലിക്കാതിരുന്ന സിപ്പോറ ഇപ്പോൾ ചലിച്ചു. ദൈവത്തിന് ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. യോശുവയുടെ കാലം വന്നപ്പോൾ നോക്കിക്കേ, മരുഭൂമിയിൽ വെച്ച് ജനിച്ചവർ പരിച്ഛേദന ഏൽക്കാതിരുന്നത്. അവർ യോർദാൻ കടന്ന് വാഗ്ദത്ത ദേശത്ത് എത്തിയതിന് ശേഷമാണ് അവിടെ വെച്ച് പരിച്ഛേദന ചെയ്തത്, ഗിൽഗാലിൽ വെച്ച്. ഇന്ന് ഞാൻ മിസ്രയീമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ജഡസ്വഭാവം നിന്ന തന്നെയാണ്. ആ നിന്ന നീക്കിക്കളയേണ്ടത് തന്നെയാണ്. എന്താണ് ജഡസ്വഭാവം അല്ലെങ്കിൽ നീക്കിക്കളയുന്നതിന് പരിച്ഛേദന എന്ന മാർഗം പറയുന്നത്? അതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ കൊളോസ്യ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന കിട്ടി. മോശയുടെ മകന് കൈകൊണ്ടൊരു പരിച്ഛേദനയാണ് കൊടുത്തത്. നമുക്ക് തരുന്ന കൈകൊണ്ടല്ലാത്തൊരു പരിച്ഛേദന, ഹൃദയത്തിലും ചെവിക്കും ഒരു പരിച്ഛേദനയാണ് തരുന്നത്. അത് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ. അത് യേശു കർത്താവ് ക്രൂശിൽ നിവർത്തിച്ചത് നമ്മുടെ ജീവിതത്തിലോട്ട് ആപ്ലിക്കബിൾ ആക്കുന്നു പരിശുദ്ധാത്മാവ്. അത് വഴിയിലെ സത്രം ദൈവസഭയിൽ വെച്ചാണ്. അതുകൊണ്ട് ധൈര്യമായിരിക്കുക, കർത്താവിനെ പിൻചെല്ലുവാൻ മടിക്കരുത്. കാരണം വിളിച്ചവൻ വിശ്വസ്തൻ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അപ്പോൾ ആരാ പൂർണ്ണമായിട്ട് വിശുദ്ധനായ ആരുമില്ല. ഇനിയും തന്നെ വിശുദ്ധീകരിക്കാനുണ്ട് ഓരോ വിശുദ്ധനും കർത്താവ് വരുവോളം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ് തുണ നൽകട്ടെ വിജയകരമായൊരു ക്രിസ്തീയ ജീവിതത്തിന്.
പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതുള്ള, പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് സ്വർഗ്ഗം സഹായിക്കട്ടെ. ആമേൻ.